നമസ്കാരം. തന്നെ ഉൾപ്പെടുത്താതെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പാനൽ വെച്ചതിനെ CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ P. ജയരാജൻ രൂക്ഷമായി ചോദ്യം ചെയ്തുവെന്ന് റിപ്പോർട്ട്. സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ തനിക്ക് ശക്തമായ അമർഷമുണ്ടെന്ന സന്ദേശവും നൽകി. ജയരാജന്റെ മകൻ ജെയിൻ രാജും ഇത് അനീതിയാണെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തുറന്നടിച്ച ജെ മേഴ്സിക്കുട്ടിയമ്മയും കടുത്ത പ്രതിഷേധത്തിലാണ്. A. വിജയകുമാറിനും അനീതിയുണ്ടായി എന്ന് വിലയിരുത്തലുണ്ട്. സംസ്ഥാന സമിതിയിലുള്ള ഈ അസംതൃപ്തർ നേതൃത്വത്തിനെ ഇനി അങ്ങോട്ട് ചോദ്യം ചെയ്തേക്കും. PJ മാറ്റിയത് കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കും. പക്ഷേ ഇതൊന്നും CPMൽ കലാപമായി മാറില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹാട്രിക് വിജയ ചർച്ചയാണ് ഇതിനെല്ലാം കാരണം. 2026 ഭരണം കിട്ടിയില്ലെങ്കിൽ ഈ പൊട്ടിത്തെറിയെല്ലാം CPMൽ വലിയ പ്രതിസന്ധിയായി മാറും. സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ തഴയപ്പെട്ട മറ്റൊരു മുതിർന്ന നേതാവ് കടകംപള്ളി സുരേന്ദ്രന്റെ നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം 2016 ഫെബ്രുവരി 15 എന്ന കുറിപ്പുമായി അദ്ദേഹം ശംഖുമുഖം ബീച്ചിലെ ജനക്കൂട്ടത്തോട് സംസാരിക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തു. ആദ്യമായി മുഖ്യമന്ത്രിയാകും മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിണറായി വിജയൻ നയിച്ച നവകേരള മാർച്ചിന്റെ തലസ്ഥാനത്തെ സമാപന സമ്മേളന വിജയത്തിന്റെ മുഖ്യശില്പി താനായിരുന്നുവെന്ന ഓർമ്മപ്പെടുത്തലിനാണ് കടകംപള്ളി മുതിർന്നത്. ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസനായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പിണറായിക്ക് മേധാവിത്വം നേടിക്കൊടുത്തത് കടകംപള്ളിയാണ്. VS അച്യുതാനന്ദന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് തലസ്ഥാനം. പത്തനംതിട്ടയിലെ A. പത്മകുമാറിന്റെ പ്രതിഷേധം CPMനെ ഞെട്ടിച്ചു. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിന്റെ പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയാൻ നൽകിയ കത്ത് ഇത്തവണ പാർട്ടി അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ K. സുരേഷ് കുറുപ്പ് നേതൃനിരയിൽ നിന്നും ഒഴിവായി. ഇതേ മാതൃക പത്മകുമാറും പിന്തുടർന്നു. സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയതിൽ അതൃപ്തിയില്ലെന്നും ദുർവ്യാഖ്യാനം വേണ്ടെന്നുമുള്ള വിശദീകരണവുമായി കണ്ണൂരിൽ നിന്നുള്ള N. സുകന്യ രംഗത്ത് വന്നു. അപ്പോഴും ജെയിംസ് ജോസഫിന്റെ ഭാര്യ അതൃപ്തിയിലാണെന്ന് കരുതുന്നവർ ഏറെയാണ്. സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ മന്ത്രി M. V. രാജേഷും അതൃപ്തിയിലാണ്. മന്ത്രി മുഹമ്മദ് റിയാസിന് വെല്ലുവിളിയാകാതിരിക്കാനാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്നാണ് M. V. രാജേഷിന്റെ ഒഴിവാക്കലിൽ പാർട്ടി ചർച്ച. സ്പീക്കർ A. N. ഷംസീറും തീരുമാനങ്ങളിൽ തൃപ്തനല്ല. പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യ യോഗം കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാനായി 14-ന് ചേരും. ഈ യോഗത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുമോ എന്ന് നേതൃത്വം വീക്ഷിക്കും. VS അച്യുതാനന്ദന്റെ പേര് കമ്മിറ്റിയിൽ നിന്നും വെട്ടിക്കളഞ്ഞതുൾപ്പെടെ വിഷയമായി ഉയർന്നു വരാൻ സാധ്യത ഏറെയാണ്. കേരളത്തിൽ CPMനെ നയിക്കാൻ കപ്പിത്താനായി M. V. ഗോവിന്ദൻ തുടരുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം ഉറപ്പിക്കാനായി ക്യാപ്റ്റനായി പിണറായി വിജയൻ വരുമെന്നും ഉറപ്പായി. കൊല്ലത്തെ സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് 72-കാരനായ M. V. ഗോവിന്ദനെ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. 17 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി 89-അംഗ CPM സംസ്ഥാന സമിതിയെയും 17-അംഗ സെക്രട്ടേറിയറ്റിനെയും സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്തു. പിണറായി വിജയൻ, M. V. ഗോവിന്ദൻ, E. P. ജയരാജൻ, K. ശൈലജ, T. M. തോമസ് ഐസക്, T. P. രാമകൃഷ്ണൻ, K. N. ബാലഗോപാൽ, P. രാജീവ്, K. ജയചന്ദ്രൻ, V. N. വാസവൻ, സജി ചെറിയാൻ, M. സ്വരാജ്, P. A. മുഹമ്മദ് റിയാസ്, P. K. ബിജു, പുത്തലത്ത് ദിനേശൻ, M. V. ജയരാജൻ, C. N. മോഹനൻ എന്നിവരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. 17-അംഗ സെക്രട്ടേറിയറ്റിൽ 5 പേർ കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധികളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി M. V. ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ E. P. ജയരാജൻ, K. ശൈലജ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി M. V. ജയരാജൻ എന്നിവർ. M. V. ജയരാജൻ, C. N. മോഹനൻ, K. ശൈലജ എന്നിവരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പുതുമുഖങ്ങൾ. 75 വയസ്സ് എന്ന പ്രായപരിധി കണക്കിലെടുത്ത് ആനാവൂർ നാഗപ്പൻ, A. K. ബാലൻ, P. K. ശ്രീമതി എന്നിവരെ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് ഇവർ സെക്രട്ടേറിയറ്റിലെത്തിയത്. ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവില്ല. തൃശൂർ, വയനാട്, കാസർഗോഡ് ജില്ലയിലെ നേതാക്കൾക്കും സെക്രട്ടേറിയറ്റിൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല. M. വിജയകുമാർ, M. P. രാജേഷ്, P. ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ, K. P. ഉദയഭാനു, P. ശശി എന്നീ നേതാക്കളെ സെക്രട്ടേറിയറ്റിൽ പരിഗണിച്ചില്ല. ജനുവരി 1 കണക്കാക്കി പ്രായപരിധി മാനദണ്ഡം നടപ്പാക്കിയതിനാൽ മെയ്യിൽ 75 പൂർത്തിയാകുന്ന E. P. ജയരാജൻ, ജൂണിൽ 75-ലെത്തുന്ന T. P. രാമകൃഷ്ണൻ എന്നിവരെ ഒരു തവണ കൂടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി തുടരാൻ അനുവദിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളുടെ അപ്രമാദിത്യം ഉറപ്പിക്കുമ്പോഴും ജില്ലയിലെ മുതിർന്ന നേതാവായ P. ജയരാജനെ ഇത്തവണയും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചില്ല. ഇപ്പോൾ 72 വയസ്സുള്ള P. ജയരാജന് ഇനിയൊരു അവസരം കിട്ടുമോ എന്നും ഉറപ്പില്ല.